നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിൽ കലഹം. സീറ്റ് BDJS നൽകിയതിനെതിരെ BJP പ്രാദേശിക നേതൃത്വം. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വി ജോയിയെ പരാജയപ്പെടുത്താൻ വർക്കല കഹാറിന് വോട്ട് ചെയ്യാനും ആഹ്വാനം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലേക്ക്. കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. മന്ത്രി വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പത്രിക സമർപ്പിക്കും. താനൂർ വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികൾ ഇന്ന് താനൂരും വള്ളിക്കുന്നും പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കും. മങ്കടയിൽ MP അലവിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാൻ നീക്കം. തിരുവനന്തപുരത്ത് സുധീർ കരമന സ്ഥാനാർത്ഥി. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ഇറാനിലേക്കുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യത്തിനരികിലെത്തി. US-ന് സൈനിക താവളം വിട്ടു നൽകിയ ബ്രിട്ടന് ഇറാന്റെ ഭീഷണി. സ്വന്തം പൗരന്മാരുടെ ജീവൻ ബ്രിട്ടൻ അപകടത്തിലാക്കുകയാണെന്ന് മുന്നറിയിപ്പ്. നമ്മളൊരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിൽ കലഹം. സീറ്റ് BDJS നൽകിയതിന് പിന്നാലെയാണ് BJPയിൽ പൊട്ടിത്തെറി സംഭവിക്കുന്നത്. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ BDJSനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാർട്ടി വിടുമെന്നും പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയുണ്ട്. LDF സ്ഥാനാർത്ഥി വി ജോയിയെ പരാജയപ്പെടുത്താൻ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിന് വോട്ട് ചെയ്യാനും ആഹ്വാനം. പ്രാദേശിക നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്ന് പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. നമ്മളെ BJP താമരയിൽ ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജോയി എങ്ങനെയെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൽ തോക്കണം. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. നമ്മളത് വോട്ടിടാൻ പോവാതിരുന്നാലും ജോയി ജയിക്കും. അപ്പോൾ നമ്മളെ വോട്ട് നല്ല രീതിയിൽ ഇടുക. അത് കഹാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. BDJSനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും കൂടെ ഒറ്റ തീരുമാനം ഇതെടുത്താൽ മതി. തന്നെയാണ് കൂട്ടത്തോടെ വോട്ടുകൾ വർക്കല കഹാറിന് നൽകുക എന്നതാണ് അവിടെ BJPക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും VV അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുണ്, ഇപ്പോൾ BDJS BJP തർക്കം അവിടെ പ്രത്യേകിച്ച് വർക്കലയിൽ ഒരു പക്ഷേ ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ BDJS വലിയ വൈകാരികമായ ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ടാക്കി മാറ്റാനൊന്നും BDJSന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ ഇങ്ങനൊരു പ്രതിസന്ധിയും കൂടി വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ വോട്ടുകളെല്ലാം വർക്കല കഹാറിന് നൽകുക, ജോയിയെ തോൽപ്പിക്കുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇതൊരു വലിയ റിഫ്റ്റിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. വർക്കല സീറ്റ് BJP നേതാക്കൾ ആഗ്രഹിച്ചതാണ്. അവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചോരത്തടക്കം തുടങ്ങിയിരുന്നു. പക്ഷേ അവിടെ സീറ്റ് നൽകിയത് BDJSനാണ്. അതിനെ തുടർന്നുള്ള വലിയ അതൃപ്തിയാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. BJP ഗ്രൂപ്പിൽ വന്ന പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ അത് അവർ പ്രധാനമായും പറയുന്നത് ആളുകൾ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ചില ആളുകൾ അത് നോട്ടയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേതാവ് ഇടപെട്ടാണ് പറയുന്നത് അങ്ങനെ നോട്ടയ്ക്ക് നൽകിയിട്ട് കാര്യമില്ല. നോട്ടയ്ക്ക് നൽകിയാൽ വി ജോയി വീണ്ടും ജയിക്കും. പാർട്ടി സ്ഥാനാർത്ഥിക്കോ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണ്ട, പകരം അത്
വർക്കല കഹാറിന് നൽകണം. വർക്കല കഹാറിന് നൽകുമ്പോൾ സ്വാഭാവികമായും ജോയിയെ തോൽപ്പിക്കാനാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അവിടെ പറയുന്നത്. അതിനുമപ്പുറം അവിടെ വിമത ശല്യം BJP നേരിടേണ്ടി വരുമെന്നാണ് NDA നേരിടേണ്ടി വരുമെന്നാണ് സൂചനകളാണ് പുറത്തു വരുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയായ ആലങ്കോട് ദാനശീലൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചില പോസ്റ്ററുകളും അദ്ദേഹത്തിന്റെ പേരിനകം വന്നു. രാവിലെ 11 മണിയോട് അദ്ദേഹം തീരുമാനം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാണ്ടിരിക്കുന്നത്. നിരവധി നേതാക്കൾ നാവായിക്കുളം അടക്കമുള്ള മേഖലയിൽ നിരവധി നേതാക്കൾ പാർട്ടി വിടാനും തയ്യാറെടുക്കുന്നു. BDJSന് വർക്കല സീറ്റ് നൽകിയതിനെ ചൊല്ലിയുള്ള വലിയ തർക്കം BJP അക്ഷരാർത്ഥ കലാപത്തിലേക്ക് മാറുകയാണ്. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാതെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അതുകൊണ്ട് പ്രവർത്തകർ സഹകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ചർച്ചകൾ മറ്റു രീതിയിലാണ്. ഒന്നുകിൽ വിമത സ്ഥാനാർത്ഥിയായ ഇവിടെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും, അല്ലെങ്കിൽ ആ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് നൽകി LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം, മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം. ഇത്തരം ചർച്ചകളാണ് വർക്കല BJPയിൽ നടക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ വെട്ടിനാക്കുന്ന നീക്കമായി ഇത് മാറുകയാണ്. തൊട്ടടുത്ത് ചിറയൻകീഴ് മണ്ഡലത്തിലും പ്രശ്നങ്ങളുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിൽ മത്സരിച്ച അരൂപിനെയാണ്, UDFന് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് നേതാവ് അരൂപിനെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. അതിലും വലിയ പരാതികൾ നേതൃത്വത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ സാമ്പത്തിക ആരോപണം അടക്കം അവിടെ ഉയർന്നു വന്നാൽ അത്രവരാണ് എന്തിനു കൊണ്ടുവരുന്ന ചോദ്യം ചിറയൻകീഴിലുമുണ്ട്. അങ്ങനെ 2 മണ്ഡലങ്ങൾ BJP A ക്ലാസ് മണ്ഡലമായി കയറുന്ന മണ്ഡലമാണ് ചിറയൻകീഴ്. വർക്കലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്ക് വെച്ച് BJPക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വർക്കലയും. അതുപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ BJPക്ക് ഉള്ളിലെ തർക്കങ്ങൾ വലിയ ഭീഷണിയായി മാറുകയാണ്. അല്ല അരുൺ, അത് തന്നെയാണല്ലോ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയാണല്ലോ ഈ BDJSന് ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറി സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഇത് പ്രതിരോധിക്കുക എന്നത് തന്നെയായിരിക്കും NDAയിലുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഇതെങ്ങനെ പ്രതിരോധിക്കാനായിരിക്കും സാധ്യത? പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു ഘടകകക്ഷിയുടെ സീറ്റ് അപ്പുറത്തേക്ക് BJPയിൽ ഇത്തരം വിമതസ്വരം വരുന്നവർ അംഗീകരിക്കാൻ ഇടയില്ല. നമുക്കറിയാം 2 മുന്നണികളിലും വലതു മുന്നണികളിൽ പ്രശ്നങ്ങളുണ്ട്. BJPയിലും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ചും BDJSന്റെ സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ പല ജില്ലകളിലുമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വിമത സ്ഥാനാർത്ഥി BJPയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ വിമതനായി വന്നാൽ അത് നേതൃത്വത്തിൽ ചെറിയ അസ്വസ്ഥതയല്ല ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം ജില്ല പൊതുവിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലയാണ്. നഗരമേഖലകളിലാണ് വിജയം ഉറപ്പിക്കുന്നതെങ്കിലും ഈ വർക്കലയും ചിറയൻകീഴും പോലുള്ള ആറ്റിക്കലും പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഒന്നും പറയാനാകാത്ത സാഹചര്യം. ത്രികോണ മത്സരം ഉണ്ടായാൽ ശക്തമായ മുന്നേറ്റം നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJPക്ക് വലിയ മുന്നേറ്റം കൊടുത്ത മണ്ഡലങ്ങൾ കൂടിയാണ് വർക്കലയും ആറ്റിക്കലും ഒക്കെ. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ തർക്കമുണ്ടാകുന്ന നേതൃത്വം തീരെ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ള ശ്രമത്തിൽ തന്നെയാണ് നിൽക്കുന്നത് NDA. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ശബ്ദ സന്ദേശം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമത് താമര ചിഹ്നത്തിൽ ആരും മത്സരിക്കുന്നില്ല. അതുകൊണ്ട് വർക്കല കഹാറിന് വോട്ട് ചെയ്ത് ജോയിയെ തോൽപ്പിക്കുക എന്നതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ. നമുക്ക് ആ ഓഡിയോ സന്ദേശം ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്ന് പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. നമ്മളെ BJP താമരയിൽ ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജോയി എങ്ങനെയെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൽ തോക്കണം. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഒറ്റ ഇതേ ഉള്ളു. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. നമ്മളത് വോട്ടിടാൻ പോവാതിരുന്നാലും ജോയി ജയിക്കും. അപ്പോൾ നമ്മളെ വോട്ട് നല്ല രീതിയിൽ ഇടുക. അത് കഹാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. BDJSനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും കൂടെ ഒറ്റ തീരുമാനം ഇതെടുത്താൽ മതി. BJPയുടെ പ്രാദേശിക നേതാവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. എന്തായാലും BDJSനെ അംഗീകരിക്കുന്നില്ല. ഈ ഒരു തർക്കം കുറേ നാളുകളായിട്ട് ഉള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനാണ് ഇപ്പോൾ പുറത്തു വന്നത്. VV അരുണാണ്
വിശദാംശങ്ങൾ നൽകി. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. തലസ്ഥാനത്ത് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പത്രിക നൽകും. കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനും വി മുരളീധരനുമാണ് പത്രിക സമർപ്പിക്കുന്ന പ്രമുഖർ. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും ആർ ശ്രീലേഖയും ഇന്ന് പത്രിക സമർപ്പിക്കും. വർക്കലയിൽ വി ജോയ്, ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, മനോജ് പി ഇടമന, കാട്ടാക്കടയിലെ BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്, വാമനപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി DK മുരളി തുടങ്ങിയവരും ഇന്ന് പത്രിക സമർപ്പിക്കും. മലപ്പുറം ജില്ലയിലെ താനൂർ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികൾ ആരെല്ലാമെന്ന് ഇന്നറിയാം. താനൂരിൽ പ്രഖ്യാപിച്ച വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. താനൂരിൽ പൊതുസ്വതന്ത്രന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് CPM. അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, അബ്ദുറഹ്മാന്റെ ഈ ഒരു മാറ്റം അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എന്ന് പ്രഖ്യാപിക്കുമെന്നാണ്. ഇപ്പോൾ ഇതാ കോൺഗ്രസ് 140 സ്ഥാനാർത്ഥികളുമായി, UDF 140 സ്ഥാനാർത്ഥികളുമായി. പക്ഷേ എപ്പോഴും ഈ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴേക്കും ഇന്ന് അറിയാൻ കഴിയുമല്ലേ സ്ഥാനാർത്ഥി പട്ടിക? ഹരി, ആദ്യം താനൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പിന്നീട് പിൻവലിച്ചത് അദ്ദേഹത്തെ തിരൂരിലേക്ക് മാറ്റിയതാണ് അവിടെ ഒരു പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. വി അബ്ദുറഹ്മാനായിരുന്നു താനൂരിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം തിരൂരിൽ മത്സരിക്കുന്നു. പകരം ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ താനൂരിൽ UDFിലെ ഏതെങ്കിലും പ്രമുഖ നേതാവിനെ കൊണ്ടുവന്ന് UDFിൻ്റെ വോട്ട് ബാങ്ക് ഭിന്നിപ്പിച്ച് വിജയം നേടുക അല്ലെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കുക എന്നാണ് LDFിൻ്റെ ശൈലി. അപ്പോൾ അബ്ദുറഹ്മാൻ മാറിയ സാഹചര്യത്തിൽ അവിടെ പലരുമായിട്ടും കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലേറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒന്നുകിൽ ഒരു പൊതു സ്വതന്ത്രൻ, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ഏതായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നോ ഉള്ള നേതാക്കളാരും തന്നെ, പ്രാദേശിക നേതാക്കളാരും തന്നെ താനൂരിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തില്ല എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം. പലരുമായും ചർച്ച നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടിട്ടില്ല. ആരും ഇതിന് അനുവാദം നൽകിയിട്ടില്ല, ആരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വള്ളിക്കുന്നിലാട്ടെ, വള്ളിക്കുന്നിലും INLൻ്റെ സീറ്റായിരുന്നു. അത് ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നിർദ്ദേശപ്രകാരം പൊതുസ്വതന്ത്രനെയാണ് അവിടെ നോക്കുന്നത്. അത്തരത്തിൽ പലരുടെയും പേരിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് സാധ്യമായില്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ CPMൻ്റെ ഏതെങ്കിലും നേതാക്കളായിരിക്കും അവിടെ മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വള്ളിക്കുന്നും മുസ്ലിം ലീഗിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. കാലങ്ങളായിട്ട് മണ്ഡലം രൂപീകരിച്ചിരുന്നത് മുസ്ലിം വിജയിക്കുന്ന ഒരു സീറ്റാണ് വള്ളിക്കുന്നിലേത്. പക്ഷേ മലപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഇനി നടക്കാൻ പോകുന്നത് മങ്കടയിലാണ്. മങ്കടയിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ, അലവിയെ പിൻവലിച്ച് അവിടെ ഇനി മത്സരിക്കാൻ പോകുന്നത് ലീഗിലെ വിമത സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇടതുപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണയും ഇടതുപക്ഷം പരസ്യമായി പ്രഖ്യാപിക്കും. മഞ്ഞളാംകുഴി അലിക്കെതിരെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ VK അലവിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ പിൻവലിക്കാനുള്ള തീരുമാനം ഇതിനോടൊപ്പം ഇടതുപക്ഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാണെങ്കിലും ഇന്ന് ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ വ്യക്തത വരും. 11 മണിയോടെ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. ഇനി 2 ദിവസം മാത്രമാണ് പത്രികാ സമർപ്പണം ശേഷിക്കുന്നത് എന്നിരിക്കെ ഈ മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങാൻ കഴിയാത്തതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ ആരെല്ലാം ഇന്നറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതുവരെ പ്രചരണം തുടങ്ങാൻ സാധിക്കാത്ത വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഇന്ന് 11 മണിയോടുകൂടി ഈ 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആരെന്നുള്ളത് അറിയാം. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. 100% വിജയമുറപ്പുള്ള താനൂർ ഒഴിവാക്കി തിരൂരിലേക്ക് വരുന്നത് എൻ്റെ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വി അബ്ദുറഹ്മാൻ. കഴിഞ്ഞ തവണ 1000 വോട്ടിനാണ് താനൂരിൽ ജയിച്ചത് എങ്കിൽ ഇത്തവണ 10,000 വോട്ടിന് അവിടെ ജയിക്കാം. അതിന് മാത്രം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. തിരൂരിനോടുള്ള ഇഷ്ടത്തെ പ്രാദേശികവാദമാണെന്ന് വിമർശിച്ചാലും അതിൽ തെറ്റില്ല. PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മാറുന്നത് ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ എന്നും വി അബ്ദുറഹ്മാൻ ചോദിച്ചു. തിരൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ റോഡ് ഷോ പറവണ്ണയിൽ. തിരൂരിലെ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. പറവണ്ണയിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ. റഹ്മാനിക, അപ്പൊ തിരൂരിലേക്കുള്ള വരവാണ്. എന്തുകൊണ്ടാണ് താനൂരിൽ തിരൂരിലേക്ക് മാറിയത്? തിരൂര് എന്റെ നാടാണ്. തിരൂരിന് കിട്ടേണ്ട നിരവധി അവകാശങ്ങളുണ്ട്. തിരൂര് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ചെറുപട്ടണങ്ങളിലൊന്നായി വളരേണ്ട ഒരു സ്ഥലമാണ് തിരൂർ. ഇപ്പോൾ വർഷങ്ങളായി അവഗണനയാണ് തിരൂരുണ്ടായത്. ഇവിടെ തിരൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ
ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷ MLA ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ ആ MLA കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഖാവ് അബ്ദുക്കുട്ടി അദ്ദേഹം നമ്മൾ വിട്ടു പറഞ്ഞു. അതിനുശേഷം ഒരിക്കൽ പോലും തിരൂരിന് അവകാശപ്പെട്ട, തിരൂരിന് അർഹതപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം ധാരാളം പണം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളൊക്കെ തന്നെ മാറ്റമുണ്ടായത് നിർബന്ധപൂർവ്വം പണം കൊടുത്തുകൊണ്ട. ഇപ്പോൾ നിലവിലുള്ള MLAക്ക് മുമ്പുള്ള MLA ഒരു വിദ്യാലയത്തിന് പോലും പണം വാങ്ങിയില്ല. അദ്ദേഹം ചില ലീഗിൻ്റെ പോക്കറ്റുകളിൽ ഇപ്പോൾ കൽപ്പഞ്ചേരി സ്കൂളിന് പണം അവിടെ കൊടുത്തു, അതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. ഇത്തവണ ഞങ്ങളൊക്കെ തന്നെ കാര്യമായി ഇടപെട്ടു, പാർട്ടി ഇടപെട്ടു, ഈ മന്ത്രി എന്നുള്ളതിൽ നമ്മൾ ഇടപെട്ടു. നിരവധി പദ്ധതികൾ ഇപ്പോൾ വിഷുപ്പാട് പൊൻപണ്ടം ബൈപ്പാസിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിനുള്ള റോഡിൻ്റെ കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ആ പദ്ധതി നമ്മൾ അവിടെ കൊണ്ടുവന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ്. തിരൂർ ടൗണിൽ ഓവർബ്രിഡ്ജ് വെറും ഒരു പാലം മാത്രമായി നിന്നിരുന്നത്, 2 ഭാഗത്തും അപ്രോച്ച് റോഡ്. നമ്മൾ വന്നതിന് ശേഷമാണ് പനമുതിച്ച് കൊണ്ടുവന്നത്. താഴെപ്പാലത്തുള്ള പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇവിടുത്തെ പാർട്ടിയാണ്, CPM പാർട്ടിയാണ് അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകി നിർബന്ധപൂർവ്വം ആ പണം സർക്കാരിൽ നിന്നും വാങ്ങിയെടുത്തത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷത്തിനുള്ളിലാണ് ഇതിൽ കുറച്ചെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ ആശുപത്രി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ ജനങ്ങൾ പിരിവെടുത്തുള്ള കെട്ടിടം വരെ ഉണ്ടാക്കി. പക്ഷേ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ MLAക്കോ മറ്റോ കഴിഞ്ഞിട്ടില്ല. ഈ MLA മാത്രമല്ല, ഇതിന് മുമ്പുള്ള MLA ആണ്. അപ്പോൾ ഇവിടെ വലിയ അവഗണന തിരൂർ നേരിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില പ്രാദേശിക വാദമാണെന്ന് പലരും പറഞ്ഞെന്ന് വരും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പലപ്പോഴും പറയുന്നുണ്ട് താനൂരിൽ ഏറ്റവും കൂടുതൽ, എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലം താനൂരാണ്. അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്, അവർ അംഗീകരിച്ചതാണ്. ആ പദ്ധതി, ആ ഒരു മണ്ഡലം ഒഴിവാക്കി ഞാൻ തിരൂരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത്, അത് എൻ്റെ നാടിനുള്ളിൽ എനിക്കുള്ള ഇഷ്ടം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകന് വരാൻ പാടില്ലാത്തൊരു വികാരം, എങ്കിൽ കൂടി സ്വന്തം നാടിനുള്ളിൽ ഇഷ്ടം, അത് നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ, ആ ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് UDFന്റെ വലിയ പ്രചാരണം താനൂരിൽ നിന്ന് അങ്ങ് പേടിച്ചു കൊടുക്കാനുള്ള തരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ജയസാധ്യതയുള്ള, എന്നെ സംബന്ധിച്ചോളം 10,000 വോട്ടിന് ജയിക്കാവുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ, കഴിഞ്ഞ തവണ 1000 ആയിരുന്നെങ്കിൽ 10,000-ന് ജയിക്കാവുന്ന പദ്ധതികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവിടുത്തെ ജനങ്ങൾ എൻ്റെ വീടിന് മുമ്പിൽ വന്ന് പ്രകടനം നടത്തി, അവിടെ വിട്ടുവരുന്നതിനെതിരായിട്ട്. ഏതെങ്കിലും MLAക്ക് അവിടെ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ ആളുകൾ ബഹളം കൂട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി എന്തിനാ വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അത്തരം കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രാദേശിക വാദമാണെന്ന് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കാം. പക്ഷേ തിരൂരിനെ സംബന്ധിച്ചോളം, തിരൂരിൽ ഞാൻ വൈസ് ചെയർമാനായിരിക്കുന്ന കാലത്ത് ഒരു വിഷൻ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഏക്കർ കണക്കിന് ഭൂമി പൊതുജനങ്ങൾ സൗജന്യമായി നൽകിയിരുന്നു. ആ സ്ഥലങ്ങളിൽ ഒരു കല്ലിടാൻ പോലും മുസ്ലിം ലീഗിൻ്റെ MLAമാർക്കോ അവിടുത്തെ കൗൺസിലിനോ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ധാരാളം എണ്ണി പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സാധ്യമാക്കുക. എനിക്ക് തിരൂരിലെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാൻ കഴിയും, അവർക്കത് മനസ്സിലാവും. ഞാൻ പറയാതെ തന്നെ അവർക്കത് മനസ്സിലാവും. മണ്ഡലം മാറുന്നതിൽ പാർട്ടി സമ്മർദ്ദത്തിലാക്കി എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. അല്ല, വെറുതെ ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ച് അവർ പറഞ്ഞതാ, പാർട്ടി പറഞ്ഞതാ, എവിടെയാണോ താല്പര്യം അവിടെ മത്സരിക്കും എന്താ പറയുക. അപ്പോൾ എൻ്റെ താല്പര്യം എൻ്റെ നാട്ടിൽ മത്സരിക്കലാണ്. ഒരു തവണയെങ്കിലും എൻ്റെ നാട്ടിൽ മത്സരിക്കുക, അതാണ്. അപ്പോൾ എന്തുകൊണ്ടും തിരൂരിലെ ജനങ്ങളോടൊപ്പം, എൻ്റെ നാട്ടിലെ ജനങ്ങളോടൊപ്പം മത്സരിക്കുക. തിരൂരിൽ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? നോക്കോ, നിങ്ങൾ ഈ പ്രചരണം കാണുക, ജനങ്ങളോട് ചോദിക്കുക. ഉറച്ച വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത്. എന്തുകൊണ്ട് തിരൂരിലേക്ക് മാറുന്നു എന്നതിന്റെ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. അഖിൽ ഒട്ടുപാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.
വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറുന്നത് UDF വിജയത്തെ തടയില്ലെന്ന് തിരൂരിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLA-യുമായ കുറുക്കോളി മൊയ്തീൻ. UDF MLA-മാരോട് LDF സർക്കാർ കാണിച്ചത് കടുത്ത അവഗണനയാണ്. തിരൂരിൽ വികസനം നടന്നിട്ടില്ല എന്ന് LDF പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും LDF തന്നെയാണ്. UDF വോട്ട് ഭിന്നിപ്പിക്കാൻ വി അബ്ദുറഹ്മാൻ സാധിക്കില്ലെന്നും കുറുക്കോളി മൊയ്തീൻ ന്യൂസ് 18നോട് പറഞ്ഞു. തിരൂർ MLA-യും നിലവിലെ UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ കുറുക്കോളി മൊയ്തീനാണ് എന്നോടൊപ്പം ചേരുന്നത്. തിരൂർ മണ്ഡലം ഇപ്പോൾ വാർത്തകൾ ഇടം പിടിക്കുന്നത് LDF സ്ഥാനാർത്ഥി നിർണയത്തിലെ മാറ്റത്തെ തുടർന്നു കൂടിയാണ്. അവിടേക്ക് താനൂരിലെ ഇപ്പോഴത്തെ MLA താനൂരിൽ പ്രഖ്യാപിച്ച LDF സ്ഥാനാർത്ഥി തിരൂരിലേക്ക് വരുന്നു, ശ്രീ വി അബ്ദുറഹ്മാൻ. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചയായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ഇതൊരു സ്വാഭാവിക മത്സരം മാത്രമാണ്. ഇവിടെ മറുവശത്തുള്ളത് LDF ആണ്, ഞങ്ങൾ UDF-കാരാണ്. UDF വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി. അപ്പുറത്ത് സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 10 കൊല്ലമായി കേരളത്തിലെ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യം സമ്മാനിച്ച പിണറായി ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തുള്ളത്. അത് തിരിച്ചറിയാൻ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് മാത്രമല്ല ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും സാധിക്കും. ആ തിരിച്ചറിവ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. 10 കൊല്ലമായി കേരളത്തെ എങ്ങോട്ടാണ് ഈ പിണറായി ഗവൺമെൻറ് കൊണ്ടുപോയത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിണറായി കേരളത്തിലെ ജനങ്ങളെ മറന്ന് അധികാരം മാത്രം സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് ഒരു ശാന്തിയും സമാധാനവും വേണം, ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം. അതിന് UDF തിരിച്ചു വരണമെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. ഈ മണ്ഡലമാർദ്ദനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് താനൂർ ഞാൻ വികസനം കൊണ്ടുവന്നു കഴിഞ്ഞു, പക്ഷെ തിരൂർ ഇപ്പോഴും എൻ്റെ ജന്മനാട് ഇപ്പോഴും വികസനം ഒന്നുമില്ലാതെ കിടക്കുകയാണ് എന്നൊരു കാരണമാണ്. വികസനമുറടിപ്പാണ് അദ്ദേഹം ഈ മണ്ഡലം മാറുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. എന്താണ് തിരൂരിൽ വികസനമില്ലാത്തതിൻ്റെ കാരണം? അത് ജനങ്ങൾക്ക് വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം വലിയ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വികസനം കാണിച്ച് വോട്ട് വാങ്ങേണ്ടത് താനൂരിലാണ്. ആ വികസനം അനുഭവിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് തിരൂരിലേക്ക് വരുന്നത്. അല്ലാതെ വികസനത്തിൻ്റെ കാര്യത്തിലോ താല്പര്യത്തിലോ അല്ല. അവിടെ ആ മണ്ഡലത്തിൽ നിങ്ങളൊന്ന് ഇറങ്ങി നടക്കാൻ, ജനങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ. എന്നിട്ട് അവിടെ വെറുതെ ആകാശത്തിങ്ങനെ കയറി വെറുതെ നിൽക്കുന്ന വെള്ള ടാങ്ക്, ഇന്നും വെള്ളം കിട്ടാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്, അതേപോലെ തന്നെ അവിടുത്തെ ഓരോ വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ള അലംഭാവങ്ങൾ, അവിടുത്തെ തന്നെ ഒരു പാലം, പനമ്പാലം, അതിൻ്റെ അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ 5 കൊല്ലം അദ്ദേഹം MLA ആയി ഇരുന്നിട്ട് കഴിഞ്ഞില്ല. മന്ത്രിയായി ഇരുന്നിട്ട് പോലും 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പാലത്തിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ ഫണ്ട് കിട്ടിയത്. കേരള കോൺഗ്രസ് എമ്മിലും പേയ്മെന്റ് സീറ്റ് വിവാദം. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുമായ ഡെന്നിസ് കെ ആന്റണിയാണ് ആരോപണം ഉന്നയിച്ചത്. കൊടിയേക്കാൾ വലുത് കോടികളെന്ന് ഡെന്നിസ് കെ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഡെന്നിസ് ഒരു കൃത്യമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു, അവസാന നിമിഷം മാറ്റി. ഈ കോടികൾ ആണ് കൊടിയേക്കാൾ വലുത് എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് അത് എത്രമാത്രം തീയാണ് സൃഷ്ടിക്കുന്നത്? ഹരി, കോൺഗ്രസ് കൗൺസിലർക്ക് സീറ്റ് നൽകിയതിലാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ബിജു എസ് ചിറൈസിന് സീറ്റ് നൽകിയത് പണം വാങ്ങി എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുമായ ഡെന്നിസ് കെ ആന്റണിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വം തന്നെ ചതിച്ചു എന്നുകൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡെന്നീസ് പറയുന്നുണ്ട്. കൊടിയേക്കാൾ വലുത് കോടികളാണ്. അതോടൊപ്പം തന്നെ ഇത് തന്നെ ചതിക്കുന്ന ഒരു നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തന്നോട് ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന്റെ ദിവസം രാവിലെ വരെ തയ്യാറായിക്കോളൂ, ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ്
ഈ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരാളാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുകയും പിന്നീട് ആ സ്ഥാനാർത്ഥിയുടെ അനുയായികൾ തന്നെ തനിക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് തന്നെ മാനസികമായി ഏറെ വേദനിപ്പിക്കുകയും ചെയ്തു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 2026 മത്സരിക്കുന്നതിന് വേണ്ടി താൻ ചാലക്കുടിയിൽ ഒരു വാടക വീടെടുത്തു. ആ വാടക വീട്ടിൽ നിന്നാണ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതുവരേക്കും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരേക്കും അഴിമതിയോ അല്ലെങ്കിൽ ആരിൽ നിന്നും കൈക്കൂലി വാങ്ങുകയോ ഒരു വസ്തു പോലും അനാവശ്യമായി വാങ്ങിയിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വളരെ മാനസിക വിഷമത്തെ തുടർന്ന് തനിക്ക് താൻ ആശുപത്രിയിൽ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതൊന്നും പുറത്ത് പറയണ്ട എന്ന് തോന്നിയെങ്കിൽ പോലും പറയാതിരിക്കുന്നത് ശരിയല്ല. തനിക്ക് നേരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്രയും വലിയൊരു ചതിയാണ് ഉണ്ടായത് എന്നുകൂടിയാണ് ഈ ഫേസ്ബുക്കിലൂടെ ഡെന്നിസ് കെ ആന്റണി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നേതൃത്വം CPM കേരള കോൺഗ്രസ് നേതൃത്വം ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഈ LDF-ന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ബിജു എസ് ചിറൈത്തിനെയാണ്. കോൺഗ്രസുകാരനായിരുന്നു, കോൺഗ്രസ് കൗൺസിലർ ആയിരുന്നു. പിന്നീട് പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരികയായിരുന്നു. ആ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ബിജു ചിറൈത്ത് ആ സീറ്റ് വാങ്ങിയത് പണം വാങ്ങിയിട്ടാണ് എന്നുകൂടി, ഒരു പേയ്മെന്റ് സീറ്റാണത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഡെന്നീസ്. അത് തന്നെയാണ് നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. നവമി ചേരുന്നുണ്ട് മറ്റൊരു വാർത്തയ്ക്കുമായി. പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് എൽദോസ് കുന്നപ്പള്ളിയിൽ. സീറ്റ് വാഗ്ദാനത്തിന് ശേഷം നിരസിച്ചതാണ് വേദനിപ്പിച്ചതെന്നും എൽദോസ് പറഞ്ഞു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് എൽദോസ് നിലപാട് മാറ്റിയത്. നവമി, എൽദോസിന്റെ ഈ നിലപാട് മാറ്റം കോൺഗ്രസിന് UDF-ന് വലിയ ആശ്വാസം തന്നെയാണല്ലേ? തീർച്ചയായും. കാരണം എൽദോസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചാൽ അവിടെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായത്. കാരണം എൽദോസിന് ഈ പ്രാദേശിക നേതാക്കളുടെ വലിയ പിന്തുണയാണുള്ളത്. ആ ഒരു നീക്കത്തെ പൂർണ്ണമായും ഒരു അനുനയത്തിലൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നേതൃത്വം. ഈ എൽദോസ് കുന്നപ്പള്ളിയുമായി AK ആന്റണി ദീർഘനേരം സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി അവിടെ വെച്ചും സംസാരിച്ചു. ആ സംസാരങ്ങൾക്കൊടുവിലാണ് താൻ പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും, താൻ പാർട്ടി വിട്ടു പോകില്ല, പാർട്ടി തന്റെ അമ്മയെ പോലെയാണ്, അത് വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്കോ സ്വതന്ത്രനായോ നിൽക്കുന്നത് ആലോചിക്കുന്നില്ല എന്നുകൂടി എൽദോസ് പറയുന്നുണ്ട്. ഇനി ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധാരണയായിട്ടുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇനി ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി ജയിച്ച് UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്ഥാനം എൽദോസ് കുന്നപ്പള്ളിക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിവാദങ്ങൾ പാർട്ടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച്, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 2 മണ്ഡലങ്ങളിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നത്. മറ്റൊന്ന് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ദീപ്തി മേരി വർഗീസും രംഗത്തെത്തിയിരുന്നു. അതും തനിക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചു എന്നായിരുന്നു ദീപ്തിയുടെ ആദ്യത്തെയൊക്കെ പ്രതികരണം. പക്ഷേ ഇന്നലെയും ഈ നേതാക്കളുമൊക്കെയായി സംസാരിച്ചതിന് ശേഷം ദീപ്തിയും തന്റെ നിലപാട് മാറ്റി. ഷിയാസിന് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റ് നേതാക്കൾക്കും വേണ്ടിയും താൻ പ്രവർത്തിക്കുമെന്ന് ദീപ്തി പറയുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ എൽദോസും പറയുന്നത്. പെരുമ്പാവൂരിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി താനും പ്രചാരണത്തിനുണ്ടാകും, പാർട്ടിയെ ജയിപ്പിക്കും എന്നുകൂടി എൽദോസും പറഞ്ഞു വെക്കുന്നുണ്ട്. ഹരി, എന്ത് തന്നെയാണെങ്കിലും പ്രാദേശിക നേതാക്കൾ വലിയൊരു പിന്തുണയാണ് എൽദോസിന് നൽകി. എന്തായാലും എൽദോസിന്റെ ഈ ഒരു മനംമാറ്റം അത് UDF-ന് വലിയൊരു ആശ്വാസം തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇടവേളയ്ക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ശാന്തമായി പശ്ചിമേഷ്യ തുടരുകയാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ, അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും US ഉത്തരവാദിത്തം ഏൽക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. Maneuver. It's relatively safe, but you need a lot of help in the sense of you need ships, you need volume. And NATO could help us, but they so far haven't had the courage to do so. And others could help us, but, we don't use it. At a certain point, it'll open itself. The strait itself is, we're doing a good job, but it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy. Japan is 95% of the energy. It would be nice if those countries would get involved.
ഇതിനിടെ US സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടന് ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞു. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനി വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജയ് സുതാബിജു ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് നല്ല വർഷങ്ങളല്ല, മുസ്തഫയുടെ വാക്കുകൾ എങ്ങനെ വിലയിരുത്തണം? മുസ്തഫ ഖമനി ഒരു പ്രസ്താവന വഴിയാണ് ഇത്തരമൊരു കാര്യം അത് സന്ദേശമായി നൽകിയത്. ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. അദ്ദേഹം ചികിത്സയിലാണ്, ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടെയാണ് ഒരു ഇറാനിയൻ മാധ്യമം വഴി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നത്, ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടികൾ തുടരും. അതുപോലെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ പരിഹസിച്ചുകൊണ്ടും മുസ്തഫ ഖമനി രംഗത്തെത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചതുകൊണ്ട് മാത്രം ഇറാനിലെ ജനങ്ങളെ തളർത്താമെന്ന് US-ഉം ഇസ്രായേലും കരുതണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഒമാൻ അതുപോലെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നടന്നിട്ടുള്ള ആക്രമണം അത് ഒരിക്കലും ഇറാൻ നടത്തിയതല്ല, ഇത് ഇസ്രായേൽ ഇറാന്റെ പേരിൽ നടത്തിയ വ്യാജ ആക്രമണങ്ങളാണ് എന്നും മുജ്തബ ഖമനി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒമാൻ, തുർക്കി പോലെയുള്ള സൗഹൃദ രാജ്യങ്ങളെ ഒപ്പം നിർത്താനുള്ളൊരു ശ്രമവും മുജിതബയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നതാണ്. അതായത് അരക്ചി വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രിട്ടൻ US-ന് അവരുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടൻ ഇതിനു മുൻപേ ഇക്കാര്യം ആലോചിച്ചിരുന്നു. എന്നാൽ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് US-ന് സൈനിക താവളങ്ങളൊന്നും തന്നെ വിട്ടു നൽകിയിരുന്നില്ല. എന്നാൽ നിലവിൽ ഈ യുദ്ധം കൂടുതൽ കടുത്ത സാഹചര്യത്തിൽ ബ്രിട്ടൻ അവരുടെ സൈനിക ബേസുകൾ, ഇപ്പോൾ സൈപ്രസ് ദ്വീപിലെ ഉൾപ്പെടെയുള്ള ബേസുകൾ US-ന് വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞത്, ബ്രിട്ടനിലെ ഭൂരിഭാഗം ജനങ്ങളും ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ യോജിക്കുന്നതല്ല, അനാവശ്യമായി ബ്രിട്ടൻ അവരുടെ രാജ്യത്തെ ജനങ്ങളെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്നും അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. സൗദി അറേബ്യ 3 മണിക്കൂറിനിടെ 38 ഡ്രോണുകളാണ് നിർവീര്യമാക്കിയത്. UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്കും ആക്രമണം തുടരുന്നുണ്ട്. ഇസ്രായേലിൽ ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിൽ ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് ചില പുരാതന ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് വിവരമുണ്ട്. ഈ സംഘർഷങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഈ ഓൾഡ് സിറ്റിയിലെ ഉൾപ്പെടെ ആരാധനാലയങ്ങൾ സർക്കാർ അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പരിക്കുകളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ്. ട്രംപ് പറയുന്നത്, നിലവിൽ US ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങൾ പിൻവലിക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നത്, US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു, ഇറാന്റെ എല്ലാ മിസൈൽ സംവിധാനങ്ങളെയും പൂർണ്ണമായി തകർത്തു, അവരുടെ പ്രതിരോധ വ്യവസായ മേഖലയെ ഇല്ലാതാക്കി, ഇറാന്റെ നേവി, എയർക്രാഫ്റ്റ് അതുപോലെ ആന്റി എയർക്രാഫ്റ്റ് വെപ്പണറി എന്നിവ തകർത്തു, ഇറാന്റെ ആണവ സംവിധാനങ്ങളും US പൂർണ്ണമായി നിർവീര്യമാക്കി. അവർക്കിനി US-ന്റെ ഒരു മേൽനോട്ടത്തിലല്ലാതെ, US അറിയാതെ ഇനി ഒരിക്കലും ഇറാന് ഒരു ആണവായുധം ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. പക്ഷേ ഇവിടെ ഒരു കൈയഴുകുന്ന, അദ്ദേഹം ഒന്ന് കൈകഴുകി US ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലാണ്. ഈ സംഘർഷം ആരംഭിച്ചു വിട്ടത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ഉത്തരവാദിത്തം മറ്റ് രാജ്യങ്ങൾ നോക്കണമെന്നതാണ് ട്രംപ് നിലവിൽ പറയുന്നത്. ഹോർമുസ് വഴി US യാതൊരു വ്യാപാരം നടത്തുന്നില്ല. ഇത് ചൈന, ജപ്പാൻ അതുപോലെ ഇത്തരത്തിലുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്നത്. ഈ ഹോർമുസിന്റെ സുരക്ഷ ആ രാജ്യങ്ങൾ നോക്കണം, അമേരിക്ക ഇനി ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. അമേരിക്ക വേണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ചെയ്തു തരും, എന്നാലും ആ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കടലിടുക്കിന്റെ സുരക്ഷ നോക്കേണ്ടത് എന്നും ട്രംപ് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ട്രംപ് സൂചിപ്പിച്ചിരുന്നത് ഈ ഹോർമുസിന്റെ സുരക്ഷ അത് അമേരിക്ക വഹിക്കും, ഇതുവഴി ഗതാഗതം നടത്തുന്ന കപ്പലുകൾക്ക് US നേവി അകമ്പടിയായി പോകും എന്നെല്ലാം ട്രംപ് പറഞ്ഞിരുന്നു. നിലവിൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം പൂർണ്ണമായി ഒഴിയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് പരിഹാസമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് US ഇപ്പോൾ നിലവിൽ അവകാശപ്പെടുന്നത് ഇറാന്റെ
വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നേവി, എയർഫോഴ്സ് എന്നിവ തകർത്തു എന്നാണ്. എന്നാൽ ഇത് അവകാശപ്പെട്ടതിന് ശേഷമാണ് US-ന്റെ F-35 വിമാനങ്ങൾ ഇറാൻ തകർത്തത്. അതുപോലെ തന്നെ അവരുടെ എബ്രഹാം ലിങ്കൺ കപ്പലിനെ മുൻപ് സ്ഥിതി ചെയ്തിരുന്ന ഇറാന്റെ ഏറ്റവും അടുത്തുള്ള തീരത്ത് നിന്ന് കുറച്ചുകൂടി പിന്നോട്ട് അകറ്റാനും ഇറാന്റെ ആക്രമണങ്ങൾ വഴി സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഇപ്പോഴും സുശക്തമായി തന്നെ യുദ്ധത്തെ നേരിടുന്നുവെന്നും അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ തെളിവുകൾ തന്നെ പശ്ചിമേഷ്യയിൽ കാണുന്നുണ്ട്. ഇപ്പോഴും സംഘർഷങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും സംഘർഷം ഉണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഇപ്പോൾ നിലവിലുണ്ടായിട്ടില്ല എന്നത് നമുക്ക് കുറച്ചൊരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ഇറാൻ അകത്ത് ആക്രമണങ്ങൾ രൂക്ഷമാണ്. ടെഹ്റാൻ ഉൾപ്പെടെ പല നഗരങ്ങളിലും സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ അശാന്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനെ വലിയ സംഭവങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും അശാന്തമായി തന്നെ തുടരുകയാണ്. ഇറാനിൽ പ്രത്യേകിച്ച് പല നഗരങ്ങളിലും ഇപ്പോഴും സ്ഫോടനങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അജയ് സുധ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്റർ തീപിടിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി സനീഷാണ് മരിച്ചത്. തീപിടുത്തത്തിന് ശേഷം വെന്റിലേറ്ററിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയാണ് രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഒരു വെന്റിലേറ്റർ നല്ലേ എന്തായാലും ഈ സപ്പോർട്ടെല്ലാം മാറ്റിയല്ലേ ഒരു എടുത്ത് ഇങ്ങ് കൊണ്ട് ഇത്രയും ദൂരം പോകണ്ടേ. അതിൻ്റെ ഇടയിൽ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവരും പറയുന്നില്ല, നമുക്കറിയാനും പാടില്ല. പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പരാതിയായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും തന്നെ 4-5 പേര് മരിച്ചെന്ന് അവിടെ നിന്ന് മാറ്റിയ 4-5 പേര് ഇതുവരെ ഡെത്തായിട്ടുണ്ട്. അപ്പം ഇത് മൂലം ആണ് ഈ ഡെത്ത് സംഭവിച്ചെന്നാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അധ്യാപകനായ ആള് ബോധപൂർവം കൊല ചെയ്യില്ലെന്നും മാനസികാവസ്ഥയിലാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ വന്ദന ദാസിനെ ചെറുകരക്കോണം സ്വദേശി സന്ദീപ് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. വിനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീഷ്, 2023 മെയ് 10 ഏകദേശം 3 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിധി എന്ന് വരുന്നു. 70-ലേറെ സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. അതിനിടയിൽ പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് കോടതി തള്ളുകയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്ത് പ്രതീക്ഷിക്കണമെന്ന്? തീർച്ചയായും ഭാര്യ, വളരെ പ്രമാദമായ കേസാണ്. ഈ കേസിന്റെ വിധിയാണ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുന്നത്. കാരണം 15 മിനിറ്റ് ശേഷം കോടതിയിൽ ഇതിന്റെ വിധി പ്രസ്താവന ഉണ്ടാകും. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് വിധി പ്രസ്താവിക്കുന്നത്. ശിക്ഷ സംബന്ധിച്ച വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. പ്രതി സന്ദീപിനെ അടക്കം കോടതി കേട്ടിരുന്നു. പ്രോസിക്യൂഷൻ ശക്തമായി ഈ കേസിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും പരമാവധി ശിക്ഷയെ വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ പ്രതിഭാഗം പറഞ്ഞത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും അതുപോലെ തന്നെ ഈ പ്രായം വയോധിക, അതായത് ഈ പ്രതിയുടെ അമ്മയെ നോക്കേണ്ട ബാധ്യതയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്തിരുന്നു. ഇത് നമുക്ക് 2023 മെയ് 10 ഈ കേസ് തന്നെ ഉണ്ടാകുന്നത്. ആശുപത്രിയിലെ സർജിക്കൽ കത്തിൽ ഉപയോഗിച്ചാണ് ഈ പ്രതി അക്രമം നടത്തുകയും വന്ദനാദാസിന്റെ ജീവനെടുക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാവിലെ 8:30 മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് 90 ദിവസത്തിനകത്ത് തന്നെയാണ്. MM ജോസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന MM ജോസിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചതും. പരിധികൾ അടച്ചുള്ള ഒരു കുറ്റപത്രമായിരുന്നു. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ 70 സാക്ഷികൾ, 22 തുണ്ടിമുതലുകൾ, 207 രേഖകൾ അടങ്ങുന്ന കുറ്റപത്രമാണ്. അതുപോലെ തന്നെ 2026 മാർച്ച് 7 ഇതിന്റെ വിചാരണ പൂർത്തിയായത്. അപ്പോൾ ഈ വിചാരണ പൂർത്തിയായി കേസിന്മേൽ, അതായത് ഈ ശിക്ഷയിന്മേലുള്ള വാദം അടക്കം പൂർത്തിയായി. ഇന്നാണ് ഇത് ശിക്ഷാവിധി ഉണ്ടാവുന്നത്. ഹരി, വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷന്റെയും വാദം. എന്തായിരിക്കും വിധി എന്നത് കാത്തിരുന്ന് നോക്കുകയാണ് കേരള സമൂഹം ഒട്ടാകെ തന്നെ. നമ്മളൊരു ഇടവേളയ്ക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷമാണ്
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കിയാൽ തനിക്ക് അനുകൂലമാകുമെന്ന് ഏറ്റുമാനൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ. ഞാൻ വന്നതിന് ശേഷം ആണ് കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്. അതിനുശേഷം പൊന്നയ്യപ്പന് തിരികെ നൽകി. 2 വർഷം ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തിയതും തന്റെ നേട്ടമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ആദ്യം ആവശ്യപ്പെട്ടത് താനാണ്. പത്മകുമാർ ഉൾപ്പെടെ എല്ലാത്തിനെയും പിടിച്ചകത്തിടുകയാണ് സർക്കാർ ചെയ്തത്. പത്മകുമാറും വാസുവും ഒഴികെയുള്ളവർ എല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണെന്നും VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ 2ാം ഊഴത്തിന് മന്ത്രി കൂടിയായി VN വാസവൻ ഇറങ്ങുകയാണ്. ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ് എന്താണ് വാസവൻ? 100% ആത്മവിശ്വാസവും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഈ പ്രാവശ്യം. ഒന്ന്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്ന് അനുകൂലമായ ഘടകം. 2, ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാണോ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണ് പൊതുവിൽ എന്നെ സംബന്ധിച്ചുള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ഞാൻ അവതരിപ്പിച്ചു. അത് സാധാരണ ഇതിൽ ആരും എൻ്റെ ഇടം കാണിക്കാത്തതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. വെറുതെ അവതരിപ്പിച്ചതല്ല. ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചു, അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊതുവിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്തു. അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഒപ്പം റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പിന്നീട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള 2 സ്ഥാപനങ്ങൾ. 1 കോട്ടയം മെഡിക്കൽ കോളേജും 2 മഹാത്മാഗാന്ധി സർവകലാശാലയും. ഇത് രണ്ടിനും കേരളത്തിൽ വലിയ രൂപത്തിൽ മുൻപോട്ട് വരാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ. ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കുറച്ചു മുമ്പ് സംസാരിച്ച നാട്ടം സുരേഷ് പറഞ്ഞ. അടിസ്ഥാന സൗകര്യമൊന്നും ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് അവർ പറയുമല്ലോ. ഞാൻ പറയും, കേരളത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ പ്രതിപക്ഷമല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്ത് 1,06,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റ് തന്നെ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേരളത്തിലൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന്. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നാൽ ഈ അന്ധന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അന്ധന്മാർ പോലും പറയില്ല. കാരണം വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ അറിയാം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, പറഞ്ഞെങ്കിലും അറിയാം. അതുകൊണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്താൻ കഴിയും. ഡെവലപ്മെന്റ് ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ? അതല്ലേ ഏറ്റവും പ്രധാനം. ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചോളം ആ നിയോജക മണ്ഡലത്തിൽ തൻ്റെ വോട്ടർമാരെ അവർ നമ്മളിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും എത്ര കണ്ട് കാത്തു സൂക്ഷിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ വോട്ടർമാരെ സമീപിച്ചിട്ട് ചോദിക്കുക, ഈ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ, ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നോ, നിങ്ങൾ ഈ റോഡിൽ കൂടെ നടന്ന് ഈ മണ്ഡലം ഒട്ടാകെ നോക്കുക. PW റോഡ് BMBC അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ. വന്നപ്പോൾ നിങ്ങൾ ഗാന്ധിനഗറിൽ റോഡ് കണ്ടില്ലേ, മെഡിക്കൽ കോളേജിലേക്കുള്ള രാജപാത കിടക്കുന്നത്. അതുപോലെയാണ് എല്ലാ പാലങ്ങളും. നമ്മുടെ കാരിത്താസ് മേൽപ്പാലം ഉൾപ്പെടെ നടക്കാതെ കിടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് വലിയ രൂപത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വികസനങ്ങൾ അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്. അതിരമ്പുഴ ജംഗ്ഷനിൽ ഒന്ന് പോയാൽ മതി. അതിരമ്പുഴ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മീറ്ററായിരുന്നു അവിടെ വീതി.
ജൻസി പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥി കോട്ടയം ഏറ്റുമാനൂരിൽ ജനവിധി തേടുന്നുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ആതിര D. നായരാണ് 25-ാം വയസ്സിൽ അംഗം കുറിക്കുന്നത്. അധ്യാപനം, ക്ലാസിക്കൽ ഡാൻസ്, സംഗീതം തുടങ്ങി ആതിര കൈവയ്ക്കാത്ത മേഖലകളില്ല. സംരംഭക കൂടിയായ ആതിര 2020 സ്ഥാനാർത്ഥിയായാണ് മത്സരത്തിനിറങ്ങുന്നത്. ഏറ്റുമാനൂരിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് NDAക്ക് വന്നിരിക്കുന്നത്, ആതിര D. നായർ. ഒരുപക്ഷെ വീണയുടെ പിന്മാറ്റത്തിന് ശേഷം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു 2020യുടെ അതായത് NDAയുടെ ഒരു മൈഥിലി താക്കൂർ എന്നൊക്കെയുള്ള വിശേഷണവുമായിട്ടാണ് സാബും ജേക്കബ് ആതിരയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആതിര പെട്ടെന്ന് എങ്ങനെ എത്തി ഇതിലേക്ക്? സത്യം പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു. വീണ ചേച്ചി ചില കാരണങ്ങളാൽ മാറുന്നു, അപ്പോൾ ആളെ വേണം. അപ്പോൾ അങ്ങനെ സുനിലങ്ങളാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫൈല് കണ്ടു, അവർ അന്വേഷിച്ചു, അവർക്ക് ഓക്കെയാണ്, ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് വന്നപ്പോഴും എനിക്ക് സെക്കൻഡ് ഒരു തോട്ട് വന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചതാണ്, ഓക്കെ നമുക്ക് ഇതിനകത്ത്. അതെന്താണ് അങ്ങനെ ഒരു സാധാരണ ആളുകൾക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പേടിയുണ്ടാവും, അതിലേക്ക് എന്താണ് പെട്ടെന്ന് ഒരു ഒന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? സത്യമാണ്, കാരണം എനിക്കാണ് രാഷ്ട്രീയ പാരമ്പര്യവും കൂടി ഇല്ല. എന്നിട്ടും പെട്ടെന്ന് ഇത് കേട്ടപ്പോഴേ ഞാനൊരു സഡൻ തീരുമാനം എടുത്തതിൻ്റെ പിന്നിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 2020 നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 2020 എന്താണ് കിഴക്കമ്പലത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു നമ്മളൊരു ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള യൂത്ത് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് കുറേ തെറ്റുകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു. ഈ തോട്ട് എല്ലാ മനുഷ്യർക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജെൻസി, അത് പറയുമ്പം ഞാനൊരു ജെൻസി കിഡാണ്, ഒരു ജെൻസി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജെൻസി കുട്ടികൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നമുക്കെല്ലാത്തിനും അതായത് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമുക്കുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഈ ഒരു തോട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസം ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എക്സാമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് തോട്ട് എനിക്ക് വരാതെ ഞാൻ ഓക്കെ നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നത്. ശരിക്കും ആതിരയുടെ പ്രൊഫൈല് നോക്കുമ്പോഴേ ഇപ്പോൾ അധ്യാപികയാണെന്ന് പറയുന്നു, ഒരു വശത്ത് മാധ്യമപ്രവർത്തകയാണ്, ഒരു വശത്ത് മറ്റേ ഡാൻസോ പാട്ടോ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കയ്യിലുള്ള പരിപാടികൾ? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവം, എല്ലാ കലോത്സവങ്ങളിലും ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. 20 വർഷമായി പാട്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്? പാട്ട് 20 വർഷമായിട്ട് പാട്ട്, ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്, കച്ചേരി ചെയ്യുന്നുണ്ട്, നൃത്ത പരിപാടികൾ, ഭരതനാട്യം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ബൊട്ടീക്ക് ഉണ്ട്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും, സ്റ്റിച്ച് ചെയ്യും, അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത് ഗിഫ്റ്റിങ്ങിലാണ്. എനിക്കൊരു സ്മൈൽ, SMYL സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഗിഫ്റ്റിംഗ് ഷോപ്പുണ്ട്. അത് നമ്മുടെ മോദിജിയുടെ സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ള അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അതിനും ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് തന്നെ പറയുന്നു. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആങ്കറിങ് പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തനം, അത് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒത്തിരി കൂടി പോകും. അങ്ങനെ ഇഷ്ടമുള്ള മേഖലകളെല്ലാം എനിക്കിഷ്ടമാണ് ട്രൈ ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊക്കെ സമയം കിട്ടുമോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചുകൊണ്ട്? ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് വേണച്ച സമയമുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിനാണേലും ചിലർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് അത് നോക്കാൻ നേരം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഇല്ല, നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വയസ്സിനിടയിൽ, അതിനിടയ്ക്ക് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ PG, എൻ്റെ UG, ഇതെല്ലാം അതിനിടയ്ക്കാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും കൊണ്ട് പറ്റും. നമുക്കെല്ലാം സമയമുണ്ട്. അപ്പോൾ സമയം കിട്ടും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മളൊരു ചിട്ടയോടെ പോയാൽ കിട്ടും. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളി തിരക്കുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെങ്ങനെയാണ് അത് ഈ മനുഷ്യരുമായിട്ട് സംസാരിച്ചൊക്കെ ഈ ആളുകൾ അങ്ങനെയൊക്കെയുള്ള അഭിരുചികളുണ്ടോ? എങ്ങനെയാണ് അതിനോട് ഒരു? എനിക്ക് പൊതുവേ ആളുകളോട് ഈ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളും നേരിട്ട് സംസാരിക്കാനാണ് ഇഷ്ടം. അതെന്നെ അറിയണവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. ഞാൻ നല്ലോണം ആളുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അവരുടെ വിശേഷങ്ങൾ അറിയാൻ, എൻ്റെ വിശേഷങ്ങൾ അവരോട് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സഭാകമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല. എനിക്ക് നല്ല രീതിയിൽ ആളുകളെ അഭിമുഖീകരിക്കാനും പറ്റും, അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും നല്ല രീതിക്ക് എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്കില്ല. പിന്നെ
രാഷ്ട്രീയമാണ്, സീരിയസ് ആണ്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതും. ഒരു പാർട്ടിയോടും അങ്ങനെ അഭിരുചിയൊന്നും തോന്നിയിട്ടില്ല നേരത്തെ? ഉണ്ട്. നമ്മുടെ ഞാൻ കുഞ്ഞിലെ മുതൽ നമ്മുടെ RSS ശാഖകളിലെല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ബാലഗോകുലം പോലുള്ളവരെല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ നമ്മുടെ BJP സ്ഥാനാർത്ഥി ആവേണ്ടതാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2020 എടുക്കാനുള്ള റീസൺ ഇതാണ്. നമുക്ക് കുറച്ചുകൂടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ചെയ്യാൻ ഇപ്പോൾ സാബുചേട്ടൻ്റെ അത് നമുക്കറിയാം എന്തൊക്കെ ആൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആളുടെ ഒരു വിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആക്ച്വലി 2020 ചേരുന്നത്. കരുത്തന്മാരായ രണ്ടുപേരാണ്. ഒന്ന് മന്ത്രിയോടാണ് ഏറ്റുമുട്ടുന്നത്, തൊട്ടിപ്പുറത്ത് DCC പ്രസിഡന്റിനോടാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് തഴക്കവും പഴക്കവും ഒക്കെ ചെന്ന ആളുകളോട് പേടിയുണ്ടോ? എന്താണ് അതിൽ തോന്നുന്നൊരു കാര്യം? സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇത് ചോദിക്കുമ്പോഴേ എടുത്ത് ചാടി ഞാൻ ഓക്കെ എന്ന് പറയില്ലല്ലോ. എനിക്കൊരു വിശ്വാസമുണ്ട്. പേടി എനിക്ക് അങ്ങനെയില്ല. മറിച്ച് എനിക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗ്യമായിട്ട്. കാരണം ഞാൻ നിൽക്കുന്നതിന് എൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് ഇപ്പം നിലവിൽ മന്ത്രിയായിരിക്കുന്ന സർ വാസവൻ സാറാണ്. അതുപോലെ നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് സാറാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. അതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഭയങ്കര ഒരു പ്രിവിലേജാണ്, ഭാഗ്യമാണ്. പേടി എന്നതിലുപരി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ടുവന്ന ഒരു രീതി, ആരെയും നമ്മൾ ഒപ്പോസ് ചെയ്യില്ലെങ്കിൽ അവരുടെ അതിനെ എതിർക്കുമെന്നല്ല, പക്ഷെ കുറേ കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു വളരെ വൃത്തിക്ക്. അതിലൊരു ഇംഗ്ലീഷിലൊരു വേർഡിങ്സ് ഉണ്ട് ആക്ച്വലി, അതായത് മോഡേൺ പ്രോബ്ലംസ് റിക്വയർസ് മോഡേൺ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പോഴും എന്താണോ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അത് നമുക്ക് പാടില്ല. നമുക്ക് ഇപ്പം ഇത് 2026 ആണ്. എന്താ പറയുക, കുറച്ചുകൂടെ നമ്മൾ എന്നും പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛന്മാർ അതൊന്നും അല്ല പറയണേ, പക്ഷേ ജെൻസി കുട്ടികളുടെ കാലമാണ്. അപ്പോൾ ആ രീതി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡേൺ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ രീതിയിലെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. അതാണ് എനിക്കതിൽ നിന്ന് പറയാനുള്ളത്. അപ്പം പേടിയൊന്നുമില്ല. ഈ മൈഥിലി താക്കൂറിന് ആദ്യമായിട്ടാണോ ഇന്നലെ ഒരു വിശേഷണം വന്ന? അതോ വേറെ അല്ല. ഇല്ല. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കും അങ്ങനെ എനിക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതായിട്ട് അങ്ങനെ വലിയൊരു അറിവ്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഞാനില്ല. ഇപ്പം ഇന്നലെ തൊട്ട് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ തൊട്ട് എല്ലാവരും ആ ഒരു രീതിയിൽ, കാരണം ഞാൻ പാട്ട് പാടും, പറയുമ്പോൾ ഡാൻസ് കളിക്കും, എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി. ഏകദേശം ഞങ്ങളുടെ സെയിം ഏജ് ആണ്, ആളുടെയും എൻ്റെയും 25 years ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് കിട്ടിയപ്പം എൻ്റെയും ഒരാഗ്രഹം എന്താ പറയുക, ഒരു കേരളത്തിൻ്റെ മൈഥിലി ഠാക്കൂർ ആകാൻ തന്നെയാണ്. പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നില്ല, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പാട്ടൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ പാട്ട് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ്, നമ്മൾ കളയാൻ പാടില്ല. രണ്ടുപേരും പാടിയോ? ഓക്കെ, പാടാം. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്ന് അറിയാത്തതോ. എന്താക്കിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. എന്താക്കിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്ന് അറിയാത്തതോ. എന്തായാലും ഗംഭീര പാട്ടാണ്. ഈ പാട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആതിരയുടെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ വോട്ട് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതാണ് ആതിരയുടെ കാഴ്ചകൾ. എന്തായാലും ഏറ്റുമാനൂരിൽ അതിശക്തമായൊരു പോരിന് ആതിര കളത്തിലിറങ്ങുകയാണ്. ക്യാമറമാൻ പ്രശാന്തിനൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം. എന്തായാലും ഏറ്റുമാനൂരിലെ ജെൻസി സ്ഥാനാർത്ഥി ആതിരയാണ് G. ശ്രീജിത്തിനൊപ്പം ചേർന്നത്. ആതിരയുടെ വിശേഷങ്ങളോടുകൂടി തന്നെ 9 മണി വാർത്ത അവസാനിപ്പിക്കുകയാണ്. ഇനി ന്യൂസ് റൺസ് കാണാം. KP അഭിലാഷ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.